9th സ്റ്റാൻഡേർഡ് പാരലൽ ലൈൻസ് സമാന്തര വരകളിലെ പേജ് നമ്പർ 39-ലെ 2 ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഹെക്സഗൺ ഷഡ്ഭുജം വരക്കണം. അതിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കണം? 20 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 20 സെൻറ്റിമീറ്റർ ഉള്ള വര വരയാം. നമ്മൾ ചതുരം വരക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പകുതി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ ചിത്രം വരയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ കറക്റ്റ് അളവിന് എടുത്തിട്ട് വേണം വരയാൻ വേണ്ടിയിട്ട്. ഏകദേശം നമ്മുടെ ലോങ് നോട്ടിൻ്റെ നടുക്കോട്ടായിട്ട് വേണം നമ്മൾ ആ ചിത്രം ഒന്ന് താഴോട്ടേക്ക് കുറച്ച് സ്പേസ് വേണം. ഏതുകൊണ്ടൊരു ഇപ്പം എന്താ പറയുക, കാഭാഗം മുകളിലേക്ക് വിട്ടിട്ട് ബാക്കി ഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിത്രം വരയാം. അപ്പോൾ ആദ്യം 20 സെൻറ്റിമീറ്ററുള്ള വര വരയാം. 15 സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ അളവ് 15 സെൻറ്റിമീറ്റർ വരഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കെയിലിൻ്റെ നേരെയുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടി കുറച്ച് വരയുന്നത്. അപ്പോൾ 3 എടുക്കുന്ന തുടങ്ങുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1 2 3 4 5 8 സെൻറ്റിമീറ്റർ വരെ വരഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ 20 സെൻറ്റിമീറ്ററുള്ള വര. അപ്പോൾ ഇതിനെ നമുക്ക് 6 തുല്യഭാഗങ്ങളാക്കണം. 6 തുല്യഭാഗങ്ങളാക്കാൻ നമ്മൾ മുന്നേ സമഭുജ ത്രികോണം വരഞ്ഞതുപോലെ 6 തുല്യഭാഗങ്ങളാക്കണമെങ്കിൽ 6, 12, 18 ഇങ്ങനെ വരുന്ന അളവുകളുള്ള ചെരിഞ്ഞ വരഞ്ഞ മതിയാവും. അപ്പോൾ നമുക്കിപ്പം 12 സെൻറ്റിമീറ്റർ എടുക്കാം. 18 ആകുമ്പോൾ നമ്മുടെ സ്കെയിലിൽ കൊള്ളൂലല്ലോ. അപ്പോൾ 12 എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മോശമില്ലാത്തൊരു ചിത്രം കിട്ടും. ഈ അറ്റത്ത് വെച്ചിട്ട് 12 സെൻറ്റിമീറ്റർ വരക്കുക. എന്നിട്ട് അതിനെ 6 ഭാഗങ്ങളാക്കുക. 2 എടുക്കുക, 4 എടുക്കുക, 6 എടുക്കുക, 8, 10, 12. ഇപ്പോൾ നമ്മൾ ഈ വരയെ 6 തുല്യഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറയുന്നത് പോലെ തന്നെ ചെരിഞ്ഞ വര ഈ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഇതിൽ പാരലൽ ലൈന് ആദ്യം ഈ അറ്റം യോജിപ്പിക്കുക. എന്നിട്ട് മെല്ലനെ നമ്മളിതിനെങ്ങനെ ഇതുപോലെ നീക്കി കൊണ്ടുവന്നിട്ട് സമാന്തര വര വരക്കാം. ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള എല്ലാ പോയിന്റിൽ നിന്നും സമാന്തര വരകൾ വരക്കാം. അങ്ങനെ എല്ലാ വരകളും വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടുന്ന് മെല്ലനെ നീക്കിക്കൊണ്ട് പോയിട്ട് ഇവിടുന്ന് നമ്മൾ 20 സെൻറ്റിമീറ്ററുള്ള വരയെ 6 തുല്യഭാഗങ്ങളാക്കിയിട്ടുണ്ട്. 1 2 3 4 5 6 തുല്യഭാഗങ്ങളാക്കിയിട്ടുണ്ട്. 6 തുല്യഭാഗങ്ങളാക്കിയതിൽ ഇനി നമ്മൾ വേണ്ടുന്നത് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 120 ഡിഗ്രി അളവ് വരക്കണം. പ്രൊട്രാക്ടർ ഈ പോയിൻ്റിൽ നിന്ന് നമ്മുടെ ഈ ചെരിഞ്ഞ വര വരഞ്ഞ് ഈ പോയിൻ്റ് ഉണ്ടോ, അവിടെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് പ്രൊട്രാക്ടർ ഇതുപോലെ വെക്കാം. അപ്പോൾ നമ്മുടെ 0 എവിടെയാണ്? 0ത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഹെക്സഗൺ വരയാൻ വേണ്ടിയിട്ട് 120 ഡിഗ്രിയാണ് ആവശ്യം. 120 ഡിഗ്രി അടയാളപ്പെടുത്താം. 120 ഡിഗ്രി അടയാളപ്പെടുത്തതിന് ശേഷം അത് ഇതുപോലെ യോജിപ്പിക്കാം. അതുപോലെ അങ്ങേ ഭാഗത്തുനിന്നും 120 ഡിഗ്രി തന്നെ എടുക്കാം. 120 ഡിഗ്രി ഇങ്ങോട്ടാണ് ഉണ്ടാവുക. അത് എവിടെയാണ് 120 ഡിഗ്രി. അപ്പോൾ നമ്മുടെ 0 ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് ആ വരയും യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ അളവ് പ്രൊട്രാക്ടറിലെടുക്കാം. കോമ്പസിലെടുക്കുക. ഈ അളവ് കോമ്പസിലെടുത്തിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഏത് അളവിലാണോ വരക്കുന്നത് എവിടെയും നമുക്ക് ഇതേപോലെയുള്ള പിക്ചർ വരക്കുക കേട്ടോ. എല്ലാ അളവും ഇത് തുല്യമാണ്. ഇപ്പം ഞാൻ ഈ അളവ് കോമ്പസിലെടുത്തിട്ടുണ്ട്. കോമ്പസിലെടുത്തിട്ട് ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ഈ വരക്ക് ഇതേപോലെ ആർക്ക് വരക്കുക, ചാപം വരക്കുക. ഇവിടുന്ന് അതേ അളവ് മാറ്റാൻ പാടില്ല. എന്നിട്ട് പിന്നെ ഇത് നമ്മുടെ കോമ്പസ് അവിടെ വെക്കാം. പിന്നെ നമ്മുടെ ഇപ്പോൾ കിട്ടിയ പോയിൻ്റ് ഉണ്ടോ, ആ പോയിന്റിൽ 0 വരുത്തൊക്കെ 0 ഡിഗ്രിയിൽ വെച്ചിട്ട് ഇതുപോലെ വീണ്ടും നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ 120 ഡിഗ്രി എടുക്കുക. 120 ഡിഗ്രി
120 ഡിഗ്രി ഇതാ ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ ആ ആർക്ക് കൂട്ടിമുട്ടുന്നെടുക്കുന്നതാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും നമ്മുടെ പ്രൊട്രാക്ടർ ഇതുപോലെ വെക്കാം. ഇതുപോലെ വെച്ചിട്ട് 0 നമ്മൾ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ 120 ഡിഗ്രി നമ്മൾ യോജിപ്പിക്കുക. അപ്പം നമ്മൾ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. അത് ആ വരെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മൾ നേരത്തെ കോമ്പസിലെടുത്ത അളവുണ്ടല്ലോ, അതാണ് നമ്മുടെ അളവ് എന്ന് പറയുന്നത്. ഇവിടെയും ആ അളവിന് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ആർക്ക് വരക്കാം. ഇവിടെ വെച്ചിട്ട് അവിടെയും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ അളവ് കൂട്ടിമുട്ടുന്ന ഈ ചാപവും വരയും കൂട്ടിമുട്ടുന്ന പോയിന്റ് തമ്മിൽ യോജിപ്പിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ മാത്രമേ എടുക്കാണ്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് 120 ഡിഗ്രി വന്നിട്ടുണ്ടാവും. നമ്മൾ പിക്ചറിൻ്റെ നമ്മൾ വരക്കുന്നതിൻ്റെ ആയതുകൊണ്ട് കണ്ടില്ലേ 120 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആംഗിളും 120 ആയിട്ടും എല്ലാ സൈഡും തുല്യമായിട്ടുള്ള ഹെക്സഗൺ വരക്കുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ക്രയോൺസൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പെൻസിൽ ഷെയ്ഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിക്ചറൊക്കെ വരക്കുമ്പോൾ അധികം മായ്ക്കാതെ വരക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മായ്ച്ച് വരക്കുമ്പോൾ അതിൻ്റെ പിക്ചറിൻ്റെ വൃത്തിയില്ലാതായിപ്പോൾ. അപ്പോൾ ഏത് പിക്ചറായി കഴിഞ്ഞാലും നമ്മൾ വരക്കുമ്പോൾ നല്ല ബയോളജിയിലായാലും ഏത് സബ്ജക്റ്റിലായി കഴിഞ്ഞാലും നമ്മൾ വരക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരക്കാം. ഇപ്പം നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ പാരലൽ ലൈൻസിൻ്റെ 39ാമത്തെ പേജിലുള്ള ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 ആ പിക്ചറാണിത്.